നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് കണ്ടീഷനാണ് നോക്കിയത്. അതിൽ നമ്മൾ ഒരു കണ്ടീഷൻ മാത്രമേ ചോദിച്ചുള്ളൂ. ഈ ടോട്ടൽ മാർക്ക് 100-നേക്കാൾ കുറവാണോ? അത് ഇഫ് കണ്ടീഷനിൽ പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ഇഫ് ഈ കോളത്തിലെ മാർക്ക് അല്ലെങ്കിൽ ഈ സെല്ലിലെ മാർക്ക് ലെസ് ദാൻ 100 ആണോ? ആണെങ്കിൽ ഫെയിൽഡ് എന്നും അല്ലെങ്കിൽ പാസ്ഡ് എന്നും എനിക്ക് ആൻസർ കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഒന്നിലധികം കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രേഡിൽ A+, B, A അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഗ്രേഡുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾക്ക് പല കണ്ടീഷനുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അതിന് ക്രൈറ്റീരിയ തിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 40% ആണെങ്കിൽ ടോട്ടൽ 300-ലാണ്. അതിൽ ലെസ് ദാൻ 40%, 300 ടോട്ടൽ ലെസ് ദാൻ 40% ആണെങ്കിൽ എനിക്ക് D എന്നുള്ള ആൻസർ കിട്ടണം, അതായത് ഫെയിൽഡ് ആണ്. ഇനി 40-ക്കും 50-ക്കും ഇടയ്ക്കുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ എനിക്ക് C ഗ്രേഡ് കിട്ടണം. 50 to 60% ആണെങ്കിൽ B ഗ്രേഡ് കിട്ടണം. 60 to 80% ആണെങ്കിൽ A ഗ്രേഡ് കിട്ടണം. എബോവ് 80% ആണെങ്കിൽ A+ എന്നുള്ള ഗ്രേഡാണ് കിട്ടേണ്ടത്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇഫ് കണ്ടീഷനിൽ കൊടുക്കുക? ഇവിടെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ഇഫിൽ കൊടുക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഗ്രേഡിൻ്റെ അവിടെ ഈസ് ഈക്വൽ ടു ഇഫ് നേരത്തെ കൊടുത്ത പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ ഈ സെല്ലിലെ വാല്യൂ ലെസ് ദാൻ 300 × 40/100 ആണോ എന്നുള്ള ചോദ്യം നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 300-ൻ്റെ 40% എന്ന് പറയുന്നത് 120 ആണ്, അത് ലെസ് ദാൻ 120 ആണോ? ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നമ്മൾ ഡയറക്റ്റ് ഇവിടെ പറയുകയാണ് 300 × 40/100 എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ 40% എന്ന് പറയുന്നു. ഡയറക്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ആണോ? ആണെങ്കിൽ എനിക്ക് എന്ത് വേണം? D എന്നുള്ള ആൻസറാണ് വേണ്ടത്. ഒരു കണ്ടീഷൻ കൊടുത്തു, അത് ശരിയാണെങ്കിൽ എനിക്കൊരു ആൻസർ കിട്ടണം. ഇനി അത് തെറ്റാണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ വീണ്ടും ഈ സെല്ല് തന്നെയാണ്. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ഈ സെല്ലിലെ വാല്യൂ ലെസ് ദാൻ 300 × 50/100 ആണോ? ആണെങ്കിൽ എനിക്ക് എന്ത് വേണം? C എന്നുള്ള ആൻസറാണ് വേണ്ടത്. അപ്പോൾ ആ കണ്ടീഷനും രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇനി ഇതല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ഇഫ് ഈ സെല്ലിലെ വാല്യൂ ലെസ് ദാൻ 300 × 60/100 ആണോ? ആണെങ്കിൽ B എന്നുള്ള ആൻസർ വേണം. ഇനി അതല്ലെങ്കിൽ ഇഫ് ഈ സെല്ലിലെ വാല്യൂ ലെസ് ദാൻ 300 × 80/100 ആണോ? 80%-നും താഴെയാണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ A എന്നുള്ള ആൻസർ കിട്ടണം. ഇനി ഇതൊന്നുമല്ല, 80%-നും താഴെയല്ല, 60%-നും താഴെയല്ല, 50%-നും താഴെയല്ല, 40%-നും താഴെയല്ല. അതിനർത്ഥം 80%-നേക്കാൾ കൂടുതലാണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അവസാനത്തെ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എങ്ങനെ വെറുതെ ടെക്സ്റ്റിനകത്ത് കൊടുത്താൽ മതി. ആൻസർ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എത്ര ഇഫ് ഉണ്ടോ അത്രയും ഇഫുകൾ ക്ലോസ് ചെയ്യുക. ഇവിടെ 1, 2, 3, 4 ഇഫ് ഉണ്ട്. അപ്പം 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ. എൻ്റർ അടിക്കുക. ഇനി നമുക്കൊന്ന് വലിച്ചു നോക്കാം. A ഗ്രേഡ് വന്നു. ഇനി നമുക്കിവിടെ മാർക്കൊന്ന് മാറ്റി നോക്കി കൊടുക്കാം. A+ ആയി, 280 A+ ആയി. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇഫ് കണ്ടീഷൻ കൊടുക്കുക. അതായത് ഒരു കണ്ടീഷൻ പറയുക, അത് സാറ്റിസ്ഫൈ ചെയ്താൽ എന്താ ആൻസർ വേണം അത് പറയുക. ആ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ കൊടുക്കുക. അങ്ങനെ ഓരോ കണ്ടീഷനും കൊടുക്കുക. കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്താണ് ആൻസർ വേണ്ടത് എന്ന് കൊടുത്തതിന് ശേഷം തെറ്റാണെങ്കിൽ എന്നുള്ള ആ സ്ഥാനത്ത് പല ഇഫ് കണ്ടീഷനുകളും എത്ര കണ്ടീഷൻ ഉണ്ടോ അത്രയും കണ്ടീഷൻ കൊടുക്കുക.
ഇപ്പം നമ്മൾ ഒരു സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇനി ഒന്നിലധികം സെല്ലുകളെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സയൻസ് എന്നുള്ള ഈ സബ്ജക്റ്റിന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 18-ൽ കുറവാണെങ്കിൽ തോൽക്കണം, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും 18-ൽ കുറവാണെങ്കിൽ മാത്രമാണ് ആ കുട്ടി തോൽക്കൂ. ഇങ്ങനെ 2 കണ്ടീഷൻ നമുക്ക് പറയാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓർ എന്ന് പറഞ്ഞ ഫങ്ഷനും ആൻഡ് എന്ന് പറഞ്ഞ ഫങ്ഷനും. ഈ ഫങ്ഷൻ തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമാണ്, ആൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലുമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കുന്നു നോക്കാം. ഇഫ് ബ്രാക്കറ്റ് ഇടുക, അതിനോട് തൊട്ട് തന്നെ ഓർ ഇടണം, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓരോ കണ്ടീഷനും പറയണം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിന് 18-ൽ കുറവാണോ, മലയാളം എന്ന് പറഞ്ഞതിന് 18-ൽ കുറവാണോ, ഇങ്ങനെ കോമയിട്ട് കണ്ടീഷൻസ് പറയാം. എല്ലാ കണ്ടീഷനും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കോമയിട്ട് കൊടുക്കുന്നു. കോമയിട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ എറർ മെസ്സേജ് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കോമ ഇടുന്നില്ല. അടുത്തത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടോ? അപ്പോൾ എറർ മെസ്സേജ് കാണിക്കും. ഓരോ കണ്ടീഷന് ശേഷം കോമ ഇടണം. ഈ സെല്ല് <18 ആണോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ സെല്ല് <18 ആണോ, ലാസ്റ്റ് കണ്ടീഷനും നമ്മൾ ചോദിച്ചു. അതിനുശേഷം ഓറിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് വേണം, ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ എനിക്ക് ഫെയിൽഡ് എന്നാണ് വേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ കോമ ഇടുക, പാസ്ഡ് എന്ന് വേണം, ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ഫെയിൽഡ് ആണ്, കാരണം ഇവിടെ എല്ലാ സബ്ജക്റ്റിലും 18-ന് താഴെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 18-ന് താഴെയാണോ എന്ന് മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൽ 18-ൽ താഴെയുള്ള മാർക്കുകളുണ്ട്, അപ്പോൾ അത് ഫെയിൽഡായി. ഇനി താഴേക്ക് നോക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ 18-ൽ താഴെയൊന്നുമില്ല, ഇവിടെയും ഇല്ല 18-ൽ താഴെ. ഇനി 18-ൽ താഴെയുള്ളത് ഇവിടെയുണ്ട്, 18-ൽ താഴെയുള്ളത്. പിന്നെ ഫെയിൽഡ്, താഴേക്കൊക്കെ ഫെയിൽഡാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു സബ്ജക്റ്റിന് മാത്രമാണ്, സയൻസ് എന്ന സബ്ജക്റ്റിന് മാത്രം 10 കിട്ടി, അതുകൊണ്ട് ഫെയിൽഡ് എന്ന് കാണിച്ചു. ഈ ഒരു റോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സയൻസിൽ മാത്രമാണ് 10 മാർക്ക് കിട്ടിയിരിക്കുന്നത്, പക്ഷേ ആ കുട്ടി തോറ്റിരിക്കുകയാണ്. ഇതാണ് ഓർ എന്നുള്ള കണ്ടീഷൻ. ഇനി നമുക്ക് ആൻഡ് എന്നുള്ള കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് ഓർ കൊടുത്ത പോലെ തന്നെ ആൻഡ് സ്റ്റാർട്ട് ചെയ്യുക, ആൻഡിൻ്റെ ബ്രാക്കറ്റ് ഇടുക. ഈ സെല്ലിലെ വാല്യൂ <18 നേരത്തെ കൊടുത്ത അതേ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നു. ഓരോന്ന് കഴിഞ്ഞിട്ട് കോമ ഇടണം. ലാസ്റ്റ് കണ്ടീഷൻ വരെ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ്ഡ്, എൻ്റർ അടിച്ചു. ഇവിടെ തീർന്നിട്ടില്ല, കണ്ടോ? 18 കൊടുത്തു, കോമ ഇടണം, ഫെയിൽഡ് എന്നുള്ള ആൻസർ കൊടുക്കണം, ദെൻ പാസ്ഡ്, ബ്രാക്കറ്റ് ക്ലോസ്ഡ്, ഇവിടെ കോമ ഇടണം, എൻ്റർ അടിച്ചു. ഇനി അതിനെ ഒന്ന് നമുക്ക് വലിച്ചിട്ട് നോക്കാം. ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ കിട്ടും. ഓറിൽ ഫെയിൽഡും ആൻഡിൽ പാസ്ഡും ആണ്. കാരണം എന്താ, ഓർ എന്ന് പറഞ്ഞത് ഇതിലേതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാ അവിടെ 10 കണ്ടു, അപ്പോൾ ഉടനടി ഫെയിൽഡ് എന്ന് പറഞ്ഞു. പക്ഷേ ആൻഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിലും 18-ൽ കുറവാണെങ്കിൽ മാത്രമാണ് ഫെയിൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിലും കുറവല്ല, 18-ൽ കുറവല്ല, ഒരു സബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ പാസ്ഡ് എന്ന് വന്നു. ഇതാണ് ആൻഡും ഓറും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇങ്ങനെ നമ്മളിവിടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് തന്നെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് മാനുവലി നമ്മൾക്ക് ഇവിടെ ഫിൽ കളറിൽ പോയിട്ടുണ്ടെങ്കിൽ കളർ ചെയ്യാം. ഇതിങ്ങനെ മാനുവലി അല്ലാതെ എനിക്ക് ഫെയിൽഡ് എന്നുള്ളത് മാത്രം കളർ ചെയ്ത് വരണം. ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നോ ഫില്ല് കൊടുത്താൽ കളർ പോകും കേട്ടോ. നോ ഫില്ല് കൊടുത്തു, അപ്പോൾ കളർ പോയി. ഇനി എനിക്ക് ഇതിൽ ഫെയിൽഡിനെ മാത്രം, അല്ലെങ്കിൽ ഈ റിസൾട്ടിൻ്റെ കോളത്തിൽ ഫെയിൽഡിനെ മാത്രം എനിക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാനത് കാണിക്കും? അതിനുള്ളതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു. ഹോം എന്ന മെനുവിലാണ് കേട്ടോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഹോമിലെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോവുക. ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ റൂൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആ ന്യൂ റൂളിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നമ്മൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഫോർമാറ്റ് ഓൺലി സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. ഈ ഒരു സെല്ലിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഫോർമാറ്റിംഗ് കൊടുക്കുന്നത്.
അപ്പോൾ ഈ സെല്ല് ഫോർമാറ്റ് ഓൺലി സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഫോർമാറ്റ് ഓൺലി സെൽസ് വിത്ത് എന്ത് കണ്ടീഷനാണോ നമ്മൾ പറയുന്നത് ആ കണ്ടീഷൻ ശരിയാകുന്ന സെല്ലിൽ മാത്രമാണ് ഈ ഒരു ഫോർമാറ്റിങ് ബാധകമാവുകയുള്ളൂ. അപ്പോൾ സെൽ വാല്യൂ, ഈ സെല്ലിലെ വാല്യൂ, ഈ കോളത്തിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിലെ വാല്യൂ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം ബിറ്റ്വീൻ, നോട്ട് ബിറ്റ്വീൻ, ഈക്വൽ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻ നമ്മൾക്ക് കാണാം. നമ്മൾക്ക് വേണ്ടത് ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനാണ്. അതായത് ഈ ഒരു കോളത്തിൽ എനിക്ക് ഫെയിൽഡ് എന്നുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കളർ ചെയ്യാൻ ഞാൻ പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫെയിൽഡ് എന്ന് നമ്മൾ കൊടുക്കണം. ആ ഫെയിൽഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്? ഇതിന് എനിക്ക് ഷെയ്ഡ് വരുത്തുകയാണ് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഫോർമാറ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് വരും. അതിൽ നമുക്ക് കാണാം നമ്പർ, ഫോണ്ട്, ബോർഡർ, ഫിൽ എന്നെല്ലാം മെനുകൾ കാണാം. അതിൽ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാം, അതിൻ്റെ ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് മാറ്റാം, ബോൾഡാണോ ഇറ്റാലിക്കാണോ ആ ഓപ്ഷൻ നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. അതിൻ്റെ കളറ് നമ്മൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കൊടുക്കാം. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അണ്ടർലൈൻ കൊടുക്കാം. ഇങ്ങനെ ഫോണ്ടിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ഈ ഒരു മെനുവിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ഇനി അതല്ല ഫിൽ കളറാണ് മാറ്റേണ്ടതെങ്കിൽ ഇവിടെ ഫില്ലിൽ പോവുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ സാമ്പിൾ കളർ ഇവിടെ വരും. ഈ കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കളർ കൊടുക്കുക, അല്ലെങ്കിൽ റെഡാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫെയിൽഡ് ആയതുകൊണ്ട് റെഡിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെൽ വാല്യൂ ഈക്വൽ ടു ഫെയിൽഡ്. സെല്ലിലെ വാല്യൂ ഫെയിൽഡ് എന്നാണെങ്കിൽ മാത്രം എനിക്ക് ആ കോളം റെഡാക്കണം. അതിനുശേഷം നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഫെയിൽഡ് എന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് റെഡായി. ഇനി നമ്മൾക്ക് എല്ലാത്തിലും പോയിട്ട് അങ്ങനെ കണ്ടീഷൻ കൊടുക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹോം എന്ന മെനുവിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് സെല്ലിലെ ഫോർമാറ്റ് ആണോ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം വേണം ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കാൻ. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഫെയിൽഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ഇങ്ങനെ റെഡ് കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാസ്ഡ് ആയിട്ടുള്ളവർക്കൊന്നും കളറ് ചേഞ്ച് ചെയ്യില്ല. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ മാർക്ക് ഇപ്പം ഇവിടെ പാസ്ഡ് ആണ്. ഈ ഒരു സെല്ലിൽ പാസ്ഡ് എന്നാണ് കാണുന്നത്. അത് നമുക്ക് ചേഞ്ച് വരുത്തിയിട്ടൊന്ന് നോക്കാം. 14, 13, 15, 16 കണ്ടോ? പാസ്ഡ് എന്നുള്ളത് മാറി ഫെയിൽഡായി. അപ്പോൾ അതിന് കളർ വന്നു. ഇങ്ങനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. നമ്മൾ ഒരു കോളത്തിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ അതിനെ ഫോർമാറ്റ് ചെയ്യാം. ഇത് ഈ ഒരു മാർക്ക് ലിസ്റ്റിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു ഇഫ് കണ്ടീഷനും മോറും ആൻഡും അതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റിംഗ് കണ്ടീഷണൽ ഫോർമാറ്റിംഗും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അത് ഓരോരുത്തരുടെയും ജോലി എന്താണോ അതിനനുസരിച്ച് നമ്മൾ അതിനെ അസൈൻ ചെയ്യുക എന്ന് മാത്രം വ്യത്യാസം. ഇപ്പം ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനമാണ്. അതിൽ ഞങ്ങൾ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം ഞങ്ങളത് മന്തായിട്ട് കൊടുത്തിട്ട് അതിൽ യെസ് ഓർ നോ, ഫയൽഡ് എന്നുള്ളിടത്ത് യെസ് ഓർ നോ കൊടുക്കും. അപ്പോൾ അതിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഫയൽ ചെയ്യാത്തവരുടെയൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താലും നോ എന്ന് കിടക്കുന്നിടത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്താലും നമ്മൾക്ക് പെട്ടെന്ന് അതിലേക്ക് നമ്മുടെ അറ്റൻഷൻ കിട്ടും. അങ്ങനെ നമുക്കത് എന്താ പറയുക, ഒരിക്കലും മിസ്സാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും വർക്കിനനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഈ ഇഫ്, ഓർ, ആൻഡ് അല്ലെങ്കിൽ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.